റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ 2 ദിവസത്തെ രാപ്പകൽ സമരം സമാപിച്ചു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിച്ച റേഷൻ വ്യാപാരികളുടെ 48 മണിക്കൂർ നീണ്ട രാപ്പകൽ സമരമാണ് സമാപിച്ചത്. ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഭക്ഷ്യവിതരണ രംഗത്ത് ഒരിക്കലും അഭികാമ്യമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് നിലവിലിരിക്കുന്ന ഒരു സംസ്ഥാനം. വിദൂര പ്രദേശങ്ങളിലൊക്കെ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം വില പണമായി ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന നടപടി ഒരിക്കലും ശരിയല്ല. കേന്ദ്രത്തിന്റെ ഇത്തരം നയങ്ങളെ നമുക്ക് ശക്തമായി എതിർക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രം തരാമെന്ന് പറയുന്ന അരി ഗോതമ്പും എടുക്കാതിരിക്കുന്നത് ശരിയല്ല. കേരളത്തിന് ആവശ്യമായ ഗോതമ്പും അരിയും ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും KTPDS ആക്ടിലെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസ്ഥാനത്തെ 15,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങിയത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുള്ള സമരം. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറാകാത്തതും സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടും കമ്മീഷൻ തുക നൽകാത്തതും റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്താൻ കാരണമായി. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 7 മണി വരെയാണ് സമരത്തിന്റെ ഭാഗമായി റേഷൻ കടകൾ അടഞ്ഞുകിടന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത്. രണ്ടാം ദിനത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ, MLA-മാരായ സേവ്യർ ചിറ്റലപ്പള്ളി, G സ്റ്റീഫൻ, ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, M വിൻസെന്റ്, സമരസമിതി നേതാക്കളായ ജോണി നെല്ലൂർ, G കൃഷ്ണപ്രസാദ്, കാടാമ്പുഴ മൂസ, T മുഹമ്മദ് അലി, ബാബുരാജ് കാരാട്ട്, സെബാസ്റ്റ്യൻ ചുണ്ടൽ, P മോഹൻപിള്ള എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.